ദൈവം നമുക്ക് ഇന്നേ വരെ നൽകിയിട്ടുള്ളതിനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ശിമയോൻ പത്രോസിനെ യേശുനാഥൻ വിളിക്കുന്നതാണ് സുവിശേഷം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ശിഷ്യന്മാരുടെ അരികിലേക്ക് കർത്താവായ യേശുനാഥൻ നൽകുന്ന പ്രത്യാശയുടെ വചനമാണ് നിദാനം. ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുവിൻ. നിഷ്ഫലമായ അധ്വാനത്തിൽ ശരീരവും മനസ്സും തളർന്നിരുന്ന അവർ കർത്താവ് പറഞ്ഞത് കേട്ടുകൊണ്ട് വീണ്ടും അധ്വാനിക്കുവാൻ കാണിക്കുന്ന മനസ്സ്. അവർക്ക് വലകേറുവോളം മത്സ്യം ലഭിച്ചു. ഈ വിസ്മയത്തിൽ അവർ നിറഞ്ഞു നിൽക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇപ്പോൾ മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്നാണ് കർത്താവ് പറഞ്ഞത്. 6 ചിന്തകളാണ് നിദാനമായി നിൽക്കുന്നത്. 1, യേശുവിൻ്റെ ദൗത്യം കാത്തു നിൽക്കുന്നില്ല. യേശുവിൻ്റെ ദൗത്യം വളരെ പെട്ടെന്നാണ്. നാം തയ്യാറാകാത്ത സമയത്തും നാം അതിലേക്ക് ക്രിസ്തു ദൗത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു എന്നതാണ് പരമപ്രധാനമായ സത്യം. യേശുനാഥൻ പത്രോസ്ലീഹയ്ക്ക് നൽകുന്ന ദൗത്യം അത് ഒരു രീതിയിലും പത്രോസ് ചിന്തിക്കാതെ ഇരുന്ന നേരത്തായിരുന്നു കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന്. 2, ദൈവം നിരാശരായവരെ പിന്തുടരുന്നു. നിരാശരായവരെ ദൈവം പിന്തുടരുമ്പോൾ അവൻ അവർക്ക് തൻ്റെ ശക്തിയും ക്ഷമയുടെ ആവശ്യകതയും അവൻ്റെ ഉദ്ദേശം സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പരിക്ഷീണരായിരുന്ന അവരുടെ അരിക്കിലേക്ക് അവരുടെ കാലിയായ വല കീറുവോളം മത്സ്യം നിറച്ച് അവൻ കൊടുത്തു. 3, യേശുവിനെ അനുഗമിക്കുന്നത് നമ്മെ സമൂലമായി രൂപാന്തരപ്പെടുത്തുന്നു. യേശുവിനെ അനുഗമിക്കുമ്പോൾ നാം എന്നേക്കുമായി മാറും. അനുകൂലമായ ഫലമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുമ്പോഴും അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നാം തയ്യാറാണെങ്കിൽ ഒരു സമൂലമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. 4, ശിഷ്യന്മാർ താഴ്മയുള്ളവരായിരിക്കണം. കർത്താവായ യേശുനാഥൻ പറഞ്ഞത് കേട്ട് എളിമയോടുകൂടി അത് പ്രവർത്തിക്കുവാൻ അവർ മനസ്സ് കാണിച്ചു. താഴ്മയുള്ളവരും സാധാരണക്കാരും ആയിരിക്കാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. 5, യേശുവിന് കീഴടങ്ങൽ. നമുക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ച കർത്താവായ യേശുവിന് സമ്പൂർണമായും കീഴടങ്ങുവാൻ, സമ്പൂർണമായും സമർപ്പിക്കുവാൻ നമുക്ക് ആകണം. അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. 6, സഹവിശ്വാസികളോടൊപ്പം പ്രവർത്തിക്കുക. മറ്റു വിശ്വാസികളോടൊപ്പം പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിനായി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. പത്രോസ്ലീഹ അവിടെ ഒറ്റയ്ക്കായിരുന്നില്ല. ബാക്കിയുള്ള ശിഷ്യന്മാരും പത്രോസ്ലീഹയെ സഹായിച്ചു. ക്രിസ്തു പറഞ്ഞത് കേട്ട് അവരെല്ലാവരും ഒന്നിച്ച് അധ്വാനിച്ചു. ഫലമോ അവർക്ക് എടുത്തുയർത്തുവാൻ പറ്റാവുന്നതിലും അധികമായ മത്സ്യം. പ്രിയരെ, നമുക്ക് ക്രിസ്തു പറയുന്നത് കേൾക്കുമ്പോഴും മറ്റുള്ളവരോട് ചേർന്ന് അത് ജീവിക്കുവാനും നിർവഹിക്കുവാനും പരിശ്രമിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ആഴത്തിലെന്നോടൊന്നിടപെട